ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ തിരിച്ച് എൻ്റെ സ്ഥലത്തെത്തി, വ്യൂസ് എത്തി. ഓക്കെ, അപ്പം ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഞാനൊരുവിധം ശ്രമിക്കുന്നതായിരിക്കും, ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെയൊക്കെ ഓക്കെ, എന്തായാലും നമുക്കിത് അവസാനത്തെ 10 ദിവസം നമ്മുടെ ഡിസംബർ ബാക്കിയുള്ളത് ഓക്കെ, ലാസ്റ്റ് 10 ദിവസം ജനുവരി 2025 അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജനറലായിട്ട് ഒരു സിമ്പിളായിട്ടൊരു റീഡിംഗ് ആയിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കി 2026ൻ്റെ റീഡിംഗ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു ഇയർ അപ്ഡേറ്റ് നമുക്ക് ഇടാം ഞാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആദ്യം ഈ ലാസ്റ്റ് 10 ദിവസം ഡിസംബറിലെ നമ്മൾക്ക് 10 എന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് പറയുകയാണ്. ഓക്കെ, ലാസ്റ്റ് കുറച്ച് ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? എലിവേഷൻ, jackpot, delay, peace, fire okay, and table, the man's wish. ഓക്കെ, ഇവിടെ ഈ ലാസ്റ്റ് കുറച്ച് ദിവസത്തിൽ ഓക്കെ എനിക്ക് നിങ്ങൾക്ക് കാണുന്നത് എലിവേഷൻ എന്ന് കാണുന്നുണ്ട്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രൊമോഷൻ എന്ന രീതിക്ക് പറയാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിജയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സക്സസ് വരുന്നു, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച എന്ന രീതിയിലാണ് കാണുന്നത്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള വളർച്ച, നിങ്ങളുടെ തന്നെ ഗ്രോത്താണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ജോലിയിൽ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ആഗ്രഹം ജോലിയിലാണെങ്കിൽ യെസ് അത് നടക്കും. ജോലിയിൽ എന്തെങ്കിലും ഉയർച്ച കിട്ടുന്നതായിട്ട്, പഠിക്കാനുള്ളതിൽ എന്തെങ്കിലും നിങ്ങൾ നല്ലൊരു ഉയർന്ന വിജയം നിങ്ങൾ നേടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും എന്ന രീതിക്ക് കാണുന്നുണ്ട്. സക്സസ് വരുന്നതായിട്ട് അതിലും കാണുന്നുണ്ട്. ഓക്കെ, ഇത് 1 2 3 എന്നുണ്ട്. സോ എവിടെയോ നമ്മൾ മെഡൽ കിട്ടുന്ന പോലെയാണ് അല്ലേ. സോ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ, ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിലാണെങ്കിലും നിങ്ങൾക്കൊരു നല്ല ഉന്നത വിജയം എന്ന രീതിക്ക്, അല്ലെങ്കിൽ എന്ത് കാര്യമായാലും നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിലായാലും ശരി, അതിലൊരു നല്ല സക്സസ് വരുന്ന പോലെ നിങ്ങൾ അറിയപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മൾ പറയില്ലേ മറ്റുള്ളവരെല്ലാം മാനിക്കും. ഓക്കെ, ഓ വാവ് എത്ര നന്നായിട്ട് ചെയ്തു എന്ന് പറയില്ലേ, നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്ന പോലെ, ഒരു അവാർഡ് കിട്ടുന്ന രീതിക്കായിരിക്കാം കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, പ്രൈസ് കിട്ടുന്ന പോലെ, അവാർഡ് കിട്ടുന്ന പോലെ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് കാണുന്നത്. ഒരു ഉയർച്ച, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ, നിങ്ങളുടെ തന്നെ ഗ്രോത്ത്, അതായത് നിങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചതിൽ നിന്ന് നിങ്ങൾ പലതും പഠിച്ച് നിങ്ങളെ തന്നെ ഒരു ബെറ്റർ ആക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിലുള്ള ഉയർച്ച, അതായത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കൂടുതൽ ധൈര്യം, കൂടുതൽ ശക്തിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പലതും പഠിച്ച് നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുന്ന പോലെ, നിങ്ങളുടെ ലൈഫിനെ അതായത് നിങ്ങളുടെ കയ്യിലെടുക്കുന്ന പോലെ, നിങ്ങൾ ആ ഒരു ധൈര്യത്തോടെ ഇനി എന്ത് വന്നാലും എനിക്ക് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ പോലെ. കാരണം ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ കൂടുതൽ കൂടുതൽ പഠിപ്പിച്ച് ശരിക്കും മുന്നോട്ട് നമ്മളെ ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിലൊന്നും നിങ്ങൾ തളരാതെ, പലപ്പോഴും നിങ്ങൾ തോന്നിയിട്ടുണ്ടാവും യെസ് ഇല്ല എനിക്ക് മടുത്തു മതിയായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ വീണ്ടും ശ്രമിച്ച് നിങ്ങൾ മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തരുന്ന പോലെയാണ്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചതിനെല്ലാം പകരം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്ന പോലെയുണ്ട്, ഒരുപാട് റെക്കഗ്നിഷൻ തരുന്ന പോലെ, റിവാർഡ്സ് തരുന്ന പോലെ, നിങ്ങൾക്ക് വളരെയധികം പലതും ഒരു ഉന്നത വിജയങ്ങൾ നിങ്ങൾ നേടുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ജാക്ക്പോട്ടും ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, സന്തോഷം, യെസ് ഡെഫിനറ്റ്ലി സന്തോഷം. അതിപ്പോൾ എന്ത് തരത്തിലായാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സന്തോഷമായാലും ശരി, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന പോലെയാണ്. ലക്ക് എന്ന ഒരു രീതിക്കാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവാർഡൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസും അതായിട്ട് കിട്ടുക, എന്തെങ്കിലും മണി പോലെ കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ ലോട്ടറി ഒന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. സോ ബട്ട് എന്നാലും കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെറിയ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങൾ. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജയിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വല്ല നറുക്കെടുപ്പ് എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിലെങ്കിലും ഓഫീസിലായാലും ശരി, വീട്ടിൽ എന്തെങ്കിലും ചില ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുക, ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കിട്ടുക. സോ അങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഒരു ലക്ക് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വാങ്ങി തന്നു
എന്തെങ്കിലും കിട്ടി, അതെല്ലാം നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കത് കിട്ടിയല്ലോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഇത് ലക്ഷൂറിയസ് കാര്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. വീനസ് ആണ് ഇവിടെ. സോ വീനസിൻ്റെ എന്ന് പറയുമ്പോൾ കാറാവാം, വീടാവാം, ഓക്കെ, തുണി, അങ്ങനത്തെ സാധനം, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ബാഗ്, ഡ്രസ്സ്, പിന്നെ ഫോണാവാം, അല്ലെങ്കിൽ പല യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കാറിൻ്റെ കാര്യങ്ങൾ, സ്കൂട്ടർ എന്തെങ്കിലും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ, ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു ലക്ഷൂറിയസ് സാധനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോ ആ രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം തരുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഇവിടെ ഡിലേസ് ഉണ്ട്, ബട്ട് ഈ ഡിലേസ് എനിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഡിലേസ് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാതെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, എന്താണ് നടക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ച് കാണും. പക്ഷേ ഇവിടെ ഇനി ആ ഡിലേസ് അവസാനിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് റിലേഷൻഷിപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല, മാരേജ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈവൻ ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട്, അതെല്ലാം നിങ്ങൾക്കൊരു സ്റ്റക്കായി നിൽക്കുന്നു എന്ന രീതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ജോലി കിട്ടാൻ സ്റ്റക്കായി നിൽക്കുന്നു, നടക്കുന്നില്ല, പിന്നെന്താ, ഓക്കെ, പഠിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഡിലേസ് എന്ത് കാര്യത്തിലായാലും, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ജോലിയിൽ, കരിയറിൽ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ചിടയിൽ നിങ്ങൾക്ക് തോന്നിക്കാണാം ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിക്കാണാം. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. കാരണം ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ്, റെക്കഗ്നിഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ ഡിലേസ് അവസാനിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഡിലേ മാറ്റം വരികയാണ്. ബിക്കോസ് ഐ തിങ്ക് അത് വരുന്നതും നിങ്ങളുടെ കാരണം തന്നെയാണ്. ഓക്കെ, നിങ്ങളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഡിലേസും അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രോബ്ലംസും വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളെ തന്നെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളും നിങ്ങളുടെ മുന്നോട്ട് നീങ്ങും. അതിൻ്റെ ഇവിടെ പീസ്, സോറി നിങ്ങൾക്ക് കാർഡ്സ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, ഐ ഹോപ്പ്. ഓക്കെ, പീസ് ഉണ്ട്, ഫയർ, ഓക്കെ, പീസ് എന്ന് പറയുന്നുണ്ട്. സോ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷമായിട്ട് സമാധാനം കിട്ടുന്ന എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അതിൽ ഒരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ വളരെ നല്ല രമ്യതയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് റിലേഷൻഷിപ്പ് ആവാം, ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ടായാലും ആരായിട്ടായാലും ഓക്കെ, ഇവിടെ ഒരു കൊളീഗ്സ് ആയിട്ടായാലും ഒക്കെ നിങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ആയിട്ട് വരും എന്ന രീതിക്കാണ് കാണുന്നത്. എൻ്റെ ഇവിടെ ഫയർ ഉണ്ട്. സോ നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ തോന്നും. ആൻഡ് അത് നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുരോഗതി കൊണ്ടുവരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ, ഒരു എനർജി നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് സാധിക്കും. ആൻഡ് ആ ഐഡിയാസ് എന്തെങ്കിലും അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ തള്ളിക്കളയണ്ട. ഓക്കെ, ശ്രമിക്കുക. എന്തെങ്കിലും ആഗ്രഹം തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആ ചിന്ത നിങ്ങളെ നെഗറ്റീവായിട്ട് വലിക്കേണ്ട, ശ്രമിക്കൂ എന്നുള്ളൊരു, കാരണം നിങ്ങൾക്കതിൻ്റെ ഇപ്പം സമയമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നല്ലൊരു സമയമാണ്. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഒരു തീപ്പെട്ടിയാണ് അല്ലേ, ഒരു ഐഡിയയുടെ ഒരു സ്പാർക്കാണ്, ബാക്കി തീപ്പെട്ടിക്കൊള്ളികൾ ഇവിടെ ഉണ്ട്. സോ ഈ ഒരു സ്പാർക്കിൽ നിന്ന് ഓക്കെ ശരിക്കും ഒരു തീ തന്നെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതായത് നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ ടേബിൾ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി ആരെങ്കിലുമായിട്ട് മീറ്റിംഗ് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഈവൻ ഇതിപ്പോൾ ഫാമിലി മീറ്റിംഗ്സ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ആരെങ്കിലും ഡേറ്റിംഗ് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആരുമായിട്ട് ഇങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, ഓൾറെഡി പറഞ്ഞു ഇവിടെ പീസ്ഫുൾ എന്ന രീതിക്ക് പറഞ്ഞിരുന്നു. സോ മേ ബി ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന രീതിയിൽ, എൻ്റെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് മീറ്റിംഗ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ എൻ്റെ ഇവിടെ ഇത് മാൻസ് വിഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ എന്താണോ ആഗ്രഹം, ഓക്കെ, ഒരാഗ്രഹം നിങ്ങൾ മനസ്സിൽ കാണാം. ആക്ച്വലി ഇതും ഞാൻ പറഞ്ഞു ലക്കിൻ്റെ കാർഡാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ജാക്ക് ബോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കാസിനോയിലൊക്കെ കളിക്കുന്ന, നമ്മൾ ചൂത് കളിക്കുന്നതിൻ്റെ ഇതല്ലേ. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അത് മനസ്സിൽ നിങ്ങൾ ഇപ്പം അത് മനസ്സിൽ വിചാരിച്ചോളൂ. ഓക്കെ, ആ വിഷയം നിങ്ങളുടെ നടക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് തയ്യാറാണ് നിങ്ങളുടെ ഒരാഗ്രഹം നടത്തിത്തരാൻ, തീർച്ചയായിട്ടും തയ്യാറ്. പക്ഷേ ആലോചിച്ച് തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് എന്താണ് ജെനുവിൻലി വേണ്ടത്. എൻ്റെ എപ്പോഴും ശരിക്കും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു ആഗ്രഹമായിട്ട് യൂണിവേഴ്സിനോട് പറയണ്ട, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. എനിക്കെന്താണോ നല്ലത് അത് കൊണ്ട് തരുമെന്ന് പറയൂ. ഓക്കെ, അതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ യൂണിവേഴ്സിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്താ നല്ലത് എന്നുള്ളത്. സോ അത് ഭഗവാന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക.
ബട്ട് യെസ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കാറ് വേണം, വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് വേണം, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഓക്കെ, യൂണിവേഴ്സ് അത് നടത്തി തരും. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും. കുറച്ച് പേർക്ക് ഇവിടെ ലവ് ഉണ്ട്, ആക്ച്വലി ചാൻസ് ഉണ്ട്. ഓക്കെ, സോ കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. കുറച്ച് പേർക്ക് ചാൻസ് വീണ്ടും വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ ഭാഗത്ത് നല്ലോണം ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്കൊരു വിന്നിങ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അത് മണി വൈസ് ആയിരിക്കാം, കരിയർ വൈസിലായിരിക്കും, കരിയർ ജോലി കിട്ടുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടുന്ന കാര്യമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ചില മെയിനായിട്ട് നിങ്ങൾക്ക് സക്സസ് ഗ്രോത്ത് എന്ന രീതിയിലാണെങ്കിൽ, അതും ഗ്രോത്ത് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്രോത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. നിങ്ങളൊരുപാട് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ഈ ലാസ്റ്റ് 10 ദിവസത്തിൽ ഐ തിങ്ക് ഡിസംബർ അവസാനിക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുക്കും. ദാറ്റില്ല, ഞാൻ ഇനി വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകും എന്ന രീതിയിൽ. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അഡ്മിറ്റ് യുവർ ട്രൂ ഫീലിങ്സ് ടു യുവർ സെൽഫ്. ലവ് ലൈഫ് വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പേർക്ക്. ഹോളിഡേ ഒരു കാർഡ് കൂടെ എടുക്കാം. മാരേജ്, വീണ്ടും ഒരേ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സ്പിരിച്വൽ ടീച്ചർ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക്, ഓക്കെ, അതായത് നിങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ടീച്ചിങ് അതേഴ്സ് അബൌട്ട് ഹീലിംഗ് ആൻഡ് സ്പിരിച്വാലിറ്റി. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ ബെറ്റർ ആക്കിയത്, നിങ്ങളെങ്ങനെയാണ് സ്ട്രോങ് ആയത്, നിങ്ങൾ ഓരോ പ്രോബ്ലം വന്നപ്പോൾ ഫേസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളത് മറികടന്ന്. ഓക്കെ, അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും ശരി, ജോലിയിലായാലും വീട്ടിൽ ഫാമിലിയിലായാലും റിലേഷൻഷിപ്സിലായാലും ഒക്കെ, അത് നിങ്ങൾക്ക് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് പേർക്ക് സ്പിരിച്വൽ രീതിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ അനുഭവങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, അത് നിങ്ങളുടെ ഒരു പർപ്പസാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വിഷമങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അത് ഒരു ഹെൽപ്പ് ആവുകയും ചെയ്യും. കാരണം നിങ്ങൾ അത്രയും നമ്മളൊരു അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ പുറത്തു വന്നു, അത് നമ്മൾ വേറെ ആൾ അതേപോലെ അനുഭവിക്കരുത് എന്ന് നമ്മളെ ഉള്ളിൽ തോന്നിപ്പോവും അല്ലേ. സോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഒരു പർപ്പസായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡെപ്റ്റ് പെയ്ഡ് ഓഫ്, ഞാൻ പറഞ്ഞ പോലെ മണി വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവാനുള്ള സാധ്യതയുണ്ട്. മണി വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരാനും ഒക്കെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഓൾഡ് വെയ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ബീങ് ലിഫ്റ്റഡ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ്, അതായത് നിങ്ങളുടെ മനസ്സിൽ ഭാരമായി കൊണ്ട് നടന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലും ശരി, ഓക്കെ, അല്ല നിങ്ങൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ മേലെ നിന്ന് അത് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അഡ്മിറ്റ് യുവർ ട്രൂ ഫീലിങ്സ് ടു യുവർ സെൽഫ്. ഓക്കെ, ആദ്യം നിങ്ങളോട് തന്നെ പറയാം. ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നത്, അതൊക്കെ നിങ്ങളോട് തന്നെ ആദ്യം തുറന്നു പറയാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ശരിക്കും എന്താണ്, നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കൂ. അത് അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ, ഇവിടെ ലവ് ലൈഫും കാണുന്നുണ്ട്, മാരേജും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സിൻ്റെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഉള്ള ബന്ധങ്ങൾ വളരെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാരേജ് കുറച്ച് പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ് അത് വരുന്നുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നിങ്ങൾ വളരെ രമ്യതയോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ ഹോളിഡേ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് യാത്രകൾ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ആൻഡ് അത് മാത്രമല്ല, ആ യാത്ര നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് പേർക്ക് ആക്ച്വലി എത്തിങ് യാത്രകൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 10 ദിവസത്തിലായിരിക്കാം, എന്തായാലും ക്രിസ്മസ് ലീവൊക്കെയാണ്, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും യാത്രകളൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് സമയങ്ങൾ ഫാമിലിയുടെ കൂടെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും അല്ല റിലേഷൻഷിപ്സ് നിങ്ങളെ പാർട്ട്ണറിൻ്റെ കൂടെ ആയാലും ആ സമയങ്ങൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. മാത്രമല്ല അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, ചില ഈ ഹോളിഡേ ഇപ്പോൾ ഒരു വെക്കേഷൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു യാത്ര നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യും. ഓക്കെ, ആ മീറ്റ് ചെയ്യുന്ന പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം റെസനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനോ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കും. സോ യെസ്, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മണി വൈസ് കാണുന്നുണ്ട്, എനിക്ക് കരിയർ വൈസ് ഗ്രോത്ത് അങ്ങനത്തെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെയും കാണുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ, അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞത് ഓർക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് എല്ലാം കിടക്കുന്നത്.
നിങ്ങളെ തന്നെ സ്ട്രോങ് ആയിട്ട് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും എന്ത് തന്നെ പ്രോബ്ലംസ് വന്നാലും അത് കൂടുതൽ നിങ്ങൾ തന്നെ യൂണിവേഴ്സിറ്റിക്ക് അടുക്കുക. ഓക്കെ, യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് സറണ്ടർ ചെയ്യുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പരമാവധി യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലത് തന്നെ വരും എന്നാണ്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് ഇപ്പോൾ റെഡിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളതെല്ലാം തരാൻ ഇപ്പോൾ റെഡിയാണ്. സോ യൂസ് ഇറ്റ്. ഓക്കെ, ആ ഒരു അങ്ങനെ ആ വിഷയം നമുക്ക് തരാൻ യൂണിവേഴ്സ് റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങളും അതറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് തരാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.